ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുള്ള അഹ്ലാക്ക് ഒന്നാമത്തെ പാഠമാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് നോക്കാം. നല്ല സ്വഭാവങ്ങൾ. മകനെ, നീ ഇപ്പോൾ 5ാം ക്ലാസ്സിലെത്തി. നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. നിന്റെ സ്വഭാവങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് നീ അഖ്ലാഖ് പഠിക്കുന്നത്. അപ്പോൾ അഖ്ലാഖ് പഠിക്കുമ്പോൾ ഉള്ളതാണ് നമ്മൾ സ്വഭാവങ്ങൾ മെച്ചപ്പെടാനായിട്ട് അഖ്ലാഖ് നല്ലതാണ്. നല്ല സ്വഭാവങ്ങളൊക്കെ ആയിട്ട് അഖ്ലാഖ് പഠിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. പ്രശംസനീയമായ വാക്കുകൾ പ്രവർത്തിക്കുകയും പ്രേരകമാക്കുന്ന മാനസികാവസ്ഥക്കുമാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. പ്രശംസനീയമായ തൊട്ടിട്ട് എന്ന് പറയുന്നത് വരെ ഒന്ന് കോമ ഇട്ടേക്കും. നമുക്ക് എക്സാമിനൊക്കെ വരാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അത്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണത്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു പാരഗ്രാഫൊക്കെ എഴുതാനായിട്ട് നല്ലതായിരിക്കും. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹു ഹസന്നത ഖൽഖി ഫാസ്നി ഖുൽഖി. എന്താണ് അള്ളാഹു പറഞ്ഞത് ഒന്ന് അന്നെങ്കിൽ അടിയിൽ വരയിട്ട് വെക്കുക, അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് കോമ ചെയ്യുക. കാരണം അതും നമുക്ക് പൂർത്തിയാക്കാനായിട്ടോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വരാനും ചാൻസ് കൂടുതലാണ്. എന്താണ് പറയുന്നത്? അല്ലാഹു ഹസന്നത ഖൽഖി ഫാഹ്സിൻ ഖുൽഖി എന്നായിരുന്നു. അതിനാൽ നീയും സ്വൽസ്വഭാവിയാവണം. അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സ്വൽസ്വഭാവം ശീലിക്കാം. അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ പാഠം. നമുക്കിനി ഇപ്പുറത്തെ പേജ് നോക്കാം. അപ്പോൾ ഈ പാഠത്തിൽ ഈ പേജിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റത്തെ പോയിന്റിൽ തന്നെ വന്നിട്ടുള്ളത് അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങൾ പഠിക്കാനുള്ള അങ്ങനെ ഉള്ളത് ഒന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും പ്രാർത്ഥിക്കും. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങളൊരു സൽസ്വഭാവിയാണെന്ന് പറഞ്ഞാലും എന്നും പ്രാർത്ഥിക്കും, ഇനിയും എന്നെ സൽസ്വഭാവത്തിൽ ഏർപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ എന്താണ് സൽസ്വഭാവം എന്നും ഇതിൽ പറയുന്നുണ്ട്. സൽസ്വഭാവത്തിന് വേണ്ടി നമ്മളൊന്നും പ്രാർത്ഥിക്കുകയും വേണം, അങ്ങനെ ഇതിൽ പറയുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത് സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിൻ്റെ ഓർമ്മയിലിരിക്കട്ടെ. അതായത് സൽസ്വഭാവത്തിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പേജിൽ നമുക്ക് ആദ്യം തന്നെ വരുന്നുള്ളത്. ഒന്നാമത്തെ നോക്കാം. നന്മ അധികരിക്കൽ, നന്മ ചെയ്യൽ അങ്ങനെയൊക്കെ പറയും. 2, നല്ല വാക്ക് പറയുക. അതായത് നമ്മൾ ചീത്ത വാക്കൊന്നും പറയരുത്, ബാഡ് വേർഡ്സ് ഒന്നും പറയാതെ ഗുഡ് വേർഡ്സ് പറയാം, നല്ല വാക്കുകൾ സംസാരിക്കാം. 3, സംസാരം കുറക്കുക. അതായത് നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ കലകില കുലകില അങ്ങനെ പറയുമല്ലോ, അത് കുറച്ചിട്ട് സംസാരം വേണ്ടവരോട് മാത്രം സംസാരിക്കുക. അതായത് നമ്മളോട് എല്ലാം ചോദിച്ചാൽ അങ്ങനെ സംസാരിക്കരുത്. നമുക്ക് അങ്ങനെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, പക്ഷെ അത് കുറേ നേരം നിൽക്കരുത്. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ സംസാരിക്കരുതെന്ന് അറിയില്ല. അതുപോലെ സംസാരം ഇസ്ലാമിൽ കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. 4, നന്ദി ഉള്ളവനായിരിക്കുക. അതായത് നമ്മൾ നന്ദി ഉണ്ടാവുക. അതായത് നമുക്ക് ആരെങ്കിലും വല്ല സഹായം ചെയ്താൽ നമ്മൾ തിരിച്ചവരെ സഹായിക്കണം. അല്ലാതെ അവർ നമുക്കൊരു സഹായം ചെയ്തു ഇനി ഞാൻ ഒരു സഹായം ചെയ്യില്ല അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ സഹായിച്ചിട്ടുണ്ടാവില്ല, എന്നാലും അവരൊന്നും സഹായിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ സഹായിക്കുന്നത്, അങ്ങനെ ഒന്നും ഇസ്ലാമിൽ നമ്മളങ്ങനൊന്നും വിചാരിക്കാൻ പാടില്ല. 4, സത്യസന്ധത. അതായത് നമ്മൾ ഒരിക്കലെങ്കിലും ഒരു കുറ്റമല്ല
ഒരു കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർക്ക് നമ്മളെ വിശ്വസിക്കാൻ ഭയങ്കര ടഫായിരിക്കും. അവർ അന്ന് കളവ് പറഞ്ഞില്ലേ, പിന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ കളവ് പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിശ്വസിക്കണം എന്നില്ല. അതുകൊണ്ട് കളവ് പറയരുത്. 6 പാപങ്ങൾ വെടിയുക. 7 പ്രയാസങ്ങൾ സഹിക്കുക. 8 മാതാപിതാക്കൾ, ഗുരുനാഥർ, മുതിർന്നവരോടുള്ള കടമകൾ നിർവഹിക്കുക. 9 മറ്റുള്ളവരെ സഹായിക്കുക. 10 ആരെയും ഉപദ്രവിക്കാതിരിക്കുക. 11 വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. സ്നേഹിക്കുക എന്നാണ്, എന്നെ പെട്ടെന്ന് സഹായിക്കുക എന്ന് പറഞ്ഞുപോയി. സ്നേഹിക്കുക. അപ്പോൾ ഇതിലുള്ള സൽസ്വഭാവത്തിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ 11 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 5ഓ 3ഓ എങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുക. കാരണം ഇങ്ങനെ സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 1, 2, 3 അങ്ങനെയൊക്കെ ഇട്ട് തരും. അപ്പോൾ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് 3 എണ്ണെങ്കിലും മിനിമം പഠിച്ചു വെക്കാം. 5 എണ്ണം പഠിക്കാം. ഫുള്ള് പഠിക്കണം എന്നുള്ളവർക്ക് ഫുള്ളും പഠിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയാലും മതി. ഓക്കെ. അപ്പോൾ അടുത്ത് നോക്കാം. നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. അതായത് നീ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മൾ മദീനയിലാണെങ്കിലും മക്കയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ എവിടെ പോയാലും, ഇപ്പോൾ പള്ളികളിലൊക്കെ സ്ത്രീകൾക്ക്, യാത്രക്കാരായ സ്ത്രീകൾക്ക് ഇങ്ങനെ നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടെന്നൊക്കെ പറയില്ലേ, നമ്മളവിടെ പോയി നിസ്കരിക്കുക. നമുക്ക് പറ്റുന്നതാണെങ്കിലും നമ്മൾ പറ്റുന്ന സമയങ്ങളിൽ തന്നെ ചെയ്യാം. അപ്പോൾ പോയി നിസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ അറിയാവുന്ന ചീത്ത കാര്യങ്ങൾ ചെയ്തു പോയാൽ അള്ളാഹുവിനെ സൽക്കർമ്മം ചെയ്യുക. പെട്ടെന്ന് തന്നെ എന്താണ് സൽക്കർമ്മം ചെയ്യുക. അപ്പോൾ അള്ളാഹു നമ്മളെ ചീത്ത കാര്യങ്ങൾ മായ്ച്ച് നല്ല കാര്യങ്ങളാക്കി തരും. അതായത് നമ്മൾ ചെയ്ത കുറ്റങ്ങളൊക്കെ പൊറുക്കും എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാലിഖിൻ നാസ ബിഖുലിഖിൻ ഹസനിൻ. ഖാലിഖുൻ നാസ ബിഖുലിഖിൻ ഹസനിൻ. അതൊന്നും ഒന്നെങ്കിൽ ബ്രാക്കറ്റ് ഇടുക, അല്ലെങ്കിൽ അടി വരക്കുക. അതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. അതായത് നമ്മൾ മനുഷ്യരോട് സൽസ്വഭാവത്തിൽ പെരുമാറുക എന്ന് വെച്ചാൽ മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറുക. അല്ലെങ്കിൽ ഈ സമയത്രയും ചോദിക്കുമ്പോൾ അതെന്തിനാ നീ പറയണം, എനിക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം. ഇപ്പോൾ ടീച്ചർമാർ പറയുമല്ലോ, അതിപ്പോൾ എന്തിനാ അറിയണം. അങ്ങനെയല്ല. നമ്മൾ വേറെ ആരെന്ന് വെച്ചിരിക്കുമ്പോൾ ദേഷ്യത്തോടെ അല്ലെങ്കിൽ എന്തോ താല്പര്യമില്ലാത്ത പോലെ ഒന്നും സംസാരിക്കരുത്. നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട്. അതിനാൽ സൽസ്വഭാവികളെ നീ കൂട്ടുകാരാക്കണം. മകനെ, ഉപ്പ ഇത്രയും ഉപദേശിച്ചത് മോൻ്റെ നന്മക്കാണെന്ന് മോനറിയാമല്ലോ. അള്ളാഹു എൻ്റെ കുട്ടിയെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. അപ്പോൾ ഇതിലെന്താണ് പറഞ്ഞത്, ഈ കുട്ടീനോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കുട്ടിക്ക് ഇത് അറിയാമായിരിക്കും. ഇത് ഉപദേശിച്ചത് ഈ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളൊരു കൂട്ടുകാർ തിരഞ്ഞെടുക്കുമ്പോൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ടി നിൽക്കുന്ന കൂട്ടുകാർ, അങ്ങനെയൊന്നും അവരെ ഒന്നും നമ്മൾ ഫ്രണ്ട്സ് ആക്കരുത്. നമ്മൾ നല്ല ആൾക്കാരെ മാത്രം ഫ്രണ്ട്സ് ആക്കാം. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാഠത്തിലുള്ളത്. 2 പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഈ പാഠം. വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ ഈ പാഠം. അപ്പോൾ ഇതിൽ ചോദ്യോത്തരങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഉത്തരം കണ്ടെത്താൻ നോക്കാം. രണ്ടാമത്തേത് ഉത്തരം കണ്ടെത്താം. സൽസ്വഭാവം എന്നാൽ എന്ത്? 1ാമത്തെ പേജിൽ ഞാൻ നേരത്തെ ഒന്നെങ്കിൽ ബ്രാക്കറ്റ് ഇടാം, അല്ലെങ്കിൽ അടി വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ബ്രാക്കറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായി. അത് പ്രശംസനീയമായ വാക്കുകൾ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. 2 ആൾക്കാരെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ്? അതായത്
നമ്മൾ ആരോടെങ്കിലും മിണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ നല്ല ആൾക്കാരാണ് ഇവർ ചീത്ത ആൾക്കാരാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവാതെ കുറച്ച് പേരൊക്കെ മിണ്ടി നിൽക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വിലയിരുത്തുന്നതിൽ നിന്നാണ് സ്വൽസ്വഭാവം. നല്ല സ്വഭാവമുള്ളവരാണെങ്കിൽ നല്ലതാണ്, വിലയിരുത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ. നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എന്ത് അത് ഇപ്പുറത്തെ പേജിൽ ഫസ്റ്റത്തെ പേജിൽ അല്ലാഹു ഹസന്നത ഖൽഖി വ അഹ്സിനുൻ ഖുലുഖി എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പം അതിൻ്റെ അടിയിലത്തെ പാരഗ്രാഫിലായിട്ട് അതിനാൽ നീയും വേണ്ട സ്വൽസ്വഭാവിയാവണം, അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അതായത് സ്വൽസ്വഭാവി ആവണതിന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തേൻ്റെ ഉത്തരം. അടുത്തത് അതിൻ്റെ അടിയിലുള്ള മൂന്നാമത്തതാണ് വായിക്കുന്നത്. ഒന്നാമത്തത് വായിക്കാം. മൂന്നാമത്തതും നാലാമത്തതും അഞ്ചാമത്തതും ആറാമത്തതും കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നു ഒന്നാമത്തേക്ക് പോവാന്നാണ്. അപ്പോൾ മൂന്നാമത്തത് നോക്കാം. വ്യക്തമാക്കുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ വായിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. അപ്പോൾ ഉപദേശം നോക്കാം. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. ചീത്തക്കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. എന്നാൽ നല്ല കാര്യം ചീത്തക്കാര്യത്തെ മായ്ച്ചു കളയും. ഇതാണ് അള്ളാഹു പറഞ്ഞത്. ഒന്നെങ്കിൽ നമുക്ക് അവിടെ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇപ്പുറത്തെ പേജിലുണ്ട്. അപ്പോൾ അത് ഒന്ന് അടയാളപ്പെടുത്താം. ഇത് നമ്മൾ 11 പറഞ്ഞില്ല, അതിൻ്റെ അടിയിലായിട്ടുണ്ട്. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. അതുണ്ട് അവിടെയിൽ. അപ്പോൾ ഒന്ന് ബ്രാക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വെക്കാം. സ്വൽസ്വഭാവം 2. സ്വൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗം. നന്മ അധികരിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക. ഇത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു. ഞാൻ 3 പഠിച്ചു നോക്കാം. അപ്പം ഞാൻ 3 എഴുതിയിട്ടുണ്ട്. മൊത്തം അടയാളപ്പെടുത്തണമെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൊത്തം അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ഇതുപോലെ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ നാലാമത്തത് സ്വൽസ്വഭാവത്തിൽ പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞല്ലോ ഇവിടെ. അപ്പോൾ സ്വൽസ്വഭാവത്തിൽ പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇവിടെ സ്ഥലമില്ല, ഇവിടെ നമുക്ക് അതിനായിട്ടുള്ള സ്ഥലം തന്നില്ല. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലും എല്ലാം എഴുതുക. സ്വൽസ്വഭാവത്തിൽ പെട്ട കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം. എന്നിട്ട് കുറച്ച് ഒരു 11 തന്നെ എഴുതിയിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നന്മ അധികരിപ്പിക്കുക, അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടിക്കിടാം. അല്ലെങ്കിൽ പാപങ്ങൾ വെടിയുക, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടിക്കിടാം. സത്യസന്ധത ഉണ്ടെങ്കിൽ ടിക്കിടാം. അപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ വെട്ടിടാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുള്ളതല്ല. പൂർത്തിയാക്കാം. അല്ലാഹു ഹസന്നത ഡാഷ് ഖുലുഖി. അത് നമ്മൾ ഇപ്പുറത്തെ പേജിലാണ് തോന്നുന്നുള്ളത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു ഹസന്നത ഖുലുഖി ഫഅഹ്സിൻ ഖുലുഖി. അവിടെ വിട്ടുപോയ സ്ഥലത്ത് ഇവിടെ അല്ലാഹു ഹസന്നത തന്നിട്ടുണ്ട്, ഖുലുഖി ഫഅഹ്സിൻ ഖുലുഖി തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഖുലുഖി ഫഅഹ്സിൻ ഖുലുഖി. ഞാൻ പറഞ്ഞല്ലോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവാം. ആറാമത്തത് ചർച്ച ചെയ്യാം. നിങ്ങളിൽ നല്ല സ്വഭാവങ്ങളും മാറ്റേണ്ടതുണ്ട്. സ്വഭാവങ്ങളും അടുത്ത കൂട്ടുകാരനോട് ചർച്ച ചെയ്യുക. അത് നമുക്ക് ഫോണിലൂടെ അങ്ങനെ പറയേണ്ടല്ലോ, നമ്മൾ കൂട്ടുകാരോട് തുറന്ന് പറയേണ്ട അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഷോർട്ടാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഈ ചാനലിൽ നമ്മൾ വേറെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ വീഡിയോസും കൂടെ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.